ശരത്തെ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം കണ്ടിരുന്നോ? ഒരു ചുവന്ന ഷർട്ടൊക്കെ ഇട്ട് ഒരു നല്ല BGM ഒക്കെ ഇട്ട് എടുത്തു വെച്ച നാഷണൽ ഹൈവേയുടെ ഡ്രോൺ വിഷ്വൽസ് എല്ലാം അടിച്ചു കയറ്റി ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ ന്യായീകരണം, പ്രധാനമായും ന്യായീകരണമാണ്. പക്ഷേ അതിന് മുൻപായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹൈവേയുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആ മുതൽ ഇക്ഷ വരെയുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഹൈവേ അതോറിറ്റിക്ക് മാത്രമാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പിണറായി വിജയനെയാണ് കാണുന്നത്. പക്ഷെ അതേ സമയത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആ വിഷയത്തിൽ നാഷണൽ അതോറിറ്റിനെ കുറ്റം പറയുക. കാര്യം ഞാൻ എപ്പോഴും നമ്മളുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്ന സാധനമാണ്, കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ BJP-യും കീരിയും പാമ്പുമാണ്. എന്ത് കാര്യം കിട്ടിയാലും ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്തതിന് ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലെ ജനത അനുഭവിക്കുന്നുമുണ്ട്. അത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ, തിരിച്ചു കൊടുക്കുന്നതായിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പക്ഷേ ഇത്തവണ എനിക്ക് കണ്ടത് അവിശുദ്ധ ബന്ധം എന്ന രീതിയിൽ ഒരു തരത്തിൽ പോലും മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര സർക്കാരിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമില്ല. ആകെ അത് വൃത്തിയായും വ്യക്തമായും ചെയ്യുന്നത് കോൺഗ്രസും ഒക്കെയാണ്. അപ്പം ഇവിടെ വന്നിട്ടുള്ള ഇന്നത്തെ കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൂർണ്ണമായ അർത്ഥത്തിൽ കേരള സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഏറ്റവും മികച്ച പദ്ധതിയായി നാഷണൽ ഹൈവേ തീർച്ചയായിട്ടും വേണം, അത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. അതൊരു ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ അടിത്തറയാണ് നാഷണൽ ഹൈവേ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ നാഷണൽ ഹൈവേയിൽ വലിയ തോതിലുള്ള വ്യത്യാസങ്ങളും ദൂരങ്ങൾ വളരെ വ്യത്യാസം, കിലോമീറ്ററുകളിലൊക്കെ അക്വിസിഷനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മികച്ചത് നല്ല കാര്യം. പക്ഷേ ഇവരുടെ PR വർക്ക് ഈ രീതിയിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസിക്ക് മാത്രമായി ഉത്തരവാദിത്വം തലയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് തകർന്നു വീണപ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാതെ ഈ മാറി നിൽക്കുക, കൈ കഴുകി മാറി നിൽക്കുക എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയേണ്ടതുണ്ട്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇവർക്ക്, അതായത് കേരള PWDക്ക് ആകെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒന്ന് ലാൻഡ് അക്വിസിഷൻ ആയിരുന്നു. രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും NOC കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ആളുകളുമായി സംസാരിച്ച് ലാൻഡ് അക്വിസിഷൻ ഈസി ആക്കി എടുക്കുക, അതുപോലെ തന്നെ GST ഒഴിവാക്കി കൊടുത്തുകൊണ്ട് മെറ്റീരിയൽസിന് GST ഒഴിവാക്കിക്കൊണ്ടുള്ള കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുക. 25% ഓഫ് ദ ലാൻഡ് അക്വിസിഷൻ്റെ മാത്രമുള്ള ഫണ്ട് കൊടുക്കുക എന്നിവയാണ്. ഇത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ അവതരിപ്പിച്ചത് മുഴുവനും ഇവരിങ്ങനെ സ്വർഗത്തിൽ നിന്നും കെട്ടിയിറക്കിയ ഒന്നാണ് NH-66 എന്ന രീതിയിലാണ് വന്നത്. ഇപ്പോൾ അതിലൊരു പാളിച്ച വന്ന സമയത്ത് നമുക്കത് ക്രമീകരിക്കാം. കേന്ദ്ര ഏജൻസിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ വീണ വിജയൻ്റെ മാസപ്പടി വിവാദം വരുന്ന സമയത്ത് കേന്ദ്ര ഏജൻസികളെ തള്ളുകയും ഇവരും കൂടെ കൈ കൊടുത്തൊരു വിഷയം വരുന്ന സമയത്ത് കേന്ദ്ര ഏജൻസിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ്, ഒരു രാഷ്ട്രീയ ശുംഭത്വം എന്ന ഒരു വാക്ക് ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്, അതായത് സർക്കാരിന്റെ സ്റ്റാൻഡ്. ഇന്ന് സർക്കാരിന്റെ 4ാം വാർഷികം, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം സമാപനത്തിന്റെ അന്തിമ ദിവസം അതാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനി, അതുപോലെ തന്നെ കനകക്കുന്ന്, അവിടെയൊക്കെ വലിയ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഫസ്റ്റ് ആയിട്ട് ഫ്ലെക്സ്, നമുക്കറിയാം ഫ്ലെക്സ് ഒരു വിവാദ വിഷയമായതുകൊണ്ട് തന്നെ പല പ്രാവശ്യം പറയണം. എന്നാലും അതിനകത്ത് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന ആദ്യ നേട്ടം വിഴിഞ്ഞം. അവരുടെ ആ വിഴിഞ്ഞത്തിന്റെ പിതൃത്വം ആർക്കാണെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. എത്രത്തോളം അതിന് നമ്മുടെ സർക്കാരിന് പങ്കുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും എടുക്കുന്നുണ്ട് അതിനകത്ത്. രണ്ടാമത്തെ വിഷയം എഴുതിയിട്ടുള്ളതാണ്, ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് NH-66ന്റെ നേട്ടം അവരുടേത് മാത്രമായി കാണിക്കുന്നു. നമ്മൾ പാർഷ്യൽ അല്ലെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കൊടുക്കാമായിരുന്നു, അവിടെയും ഇല്ല. അതിന് മറ്റൊരു കാരണം, ഈ പരിപാടിക്ക് മുൻപേ തന്നെ ഈ ഫ്ലെക്സ് അടിച്ചിരുന്നതാണ്. നേരത്തെ അന്വേഷിച്ച് പോയപ്പോൾ അങ്ങനെയാണ്. അപ്പം അത് അവിടെ തന്നെ ഉണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. സർക്കാരിന്റെ നേട്ടം ഇന്ന് റിയാസിന്റെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രതിപക്ഷം UDF എന്തോ കിട്ടി, അത് വെച്ച് ആഘോഷിക്കുന്നു, ഇത് ഇല്ലാതാക്കുന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ, UDF ഇത് പറഞ്ഞില്ലെങ്കിൽ, അത് സാധാരണ ഇത് ഈ ഒരു പ്രശ്നം പറയാതിരിക്കാൻ പറ്റുമോ? ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഈ കാര്യം പറഞ്ഞില്ല എങ്കിൽ ആ ഒരു പ്രതിപക്ഷം ഇല്ല എന്ന് തന്നെ പറയാം. സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ UDF ചോദിക്കുന്നത്. ഞാൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ വേർതിരിവൊന്നും പറഞ്ഞില്ല. എന്നാൽ പോലും സാധാരണ ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ഒരു ഇതിനകത്ത് സർക്കാരിന് പങ്കുണ്ട്? കാരണം അങ്ങനെ പറയാൻ കാരണം, നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലായിടത്തും ഈ ഒരു ഫ്ലെക്സിലായാലും എല്ലാ രീതിയിലും സർക്കാരിന്റെ നേട്ടമായിട്ട് ഇത് പറയുന്നുണ്ട്.
മുഹമ്മദ് റിയാസിനെ പെട്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ നേട്ടം മുഹമ്മദ് റിയാസിന് കൈ കഴുകി പോകാനാറില്ല. കാരണം ഇതിന് മുമ്പേ ഉള്ള വീഡിയോകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 5580 കോടി രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് നൽകുന്നു. മാത്രമല്ല എല്ലാ ആഴ്ചയും PWD NHAIയും കൂടെ ചേർന്നുള്ള അവലോകന യോഗങ്ങൾ, വിശദീകരണ യോഗങ്ങൾ എല്ലാം കൃത്യമായി പഠിച്ച് അവിടെയെല്ലാം സർക്കാരിന്റെ ഒരു അപ്രമാദിത്വം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, റീൽസിലൂടെ എല്ലാം വന്നിട്ടുള്ളതുമാണ്. ഇതെല്ലാം റെക്കോർഡിക്കലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് കൈ കഴുകി പോകാൻ പറ്റില്ല. പണ്ടത്തെ കാലമല്ല. എന്തുണ്ടെങ്കിലും അതിന് അടിസ്ഥാനപരമായിട്ട് കാര്യം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേണം മുഹമ്മദ് റിയാസ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ. അത് ശ്രദ്ധിക്കാതെയാണ് അദ്ദേഹം വന്ന് വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനകത്ത് അവരെ കുറ്റപ്പെടുത്താൻ പൂർണ്ണമായിട്ടും ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ തന്നെ പിണറായി വിജയൻ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് കൈ കഴുകി പോകാനാകില്ല. സർക്കാർ ഇതിന്റെ ഭാഗം തന്നെയാണ്. കേന്ദ്ര സർക്കാർ, അതായത് മോദിയുടെ നേട്ടമായിട്ട് പറഞ്ഞ BJPക്കും ഇതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവർ കുറച്ചുകൂടെ മെച്യൂരിറ്റിയുള്ള ഇതിനകത്ത് പെരുമാറുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ BJP എടുക്കുന്ന നിലപാട് കുറച്ചുകൂടി നമുക്ക് ഇതിനകത്ത് കണ്ടുപഠിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, അവർ പൂർണ്ണമായിട്ടും ഇതിനകത്ത് ഞങ്ങൾ ഇതിന്റെ ഭാഗമല്ലെന്ന് പറയുന്നത്. മാത്രമല്ല ഈ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിൽ മാത്രം ഇതൊക്കെ സാധാരണ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതൊരു ചെറിയ വിഷയമല്ല. അപ്പൊ അത്തരത്തിൽ കാരണം ആശങ്കകൾ ഉണ്ടാകും, ചോദ്യങ്ങൾ ചോദിക്കും. ഇത് ആരടുത്ത് ചോദിക്കും? അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് നമ്മുടെ സർക്കാരാണ്. നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ സർക്കാരാണ്, പിണറായി സർക്കാരാണുള്ളത്. നേരിട്ട് ഇത് അറിയിക്കേണ്ട ഒരു ചുമതലയുള്ളത് പിണറായി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അതിനകത്ത് കൈകഴി പോയപ്പോൾ നാദിനില്ല കേരളമാണോ ഇത്? അപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്. ശരത്ത്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് പൂർണ്ണമായും കേന്ദ്രത്തിന്റെ മാത്രം പദ്ധതിയാണ്. ആ പൂർണ്ണമായും മാത്രം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു കാര്യം, 91,000 കിലോമീറ്ററാണ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്തുള്ള നാഷണൽ ഹൈവേയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അത് 1,40,40,000 കിലോമീറ്റർ എന്ന ദൂരത്തിലേക്ക്, അതായത് ഏകദേശം ഒരു 60% ഗ്രോത്ത് ഉണ്ടാക്കാൻ ഓൾ ഇന്ത്യയിൽ സാധിച്ചു. അത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് 750 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് കേരളത്തിനുള്ളിൽ തന്നെ, അത് സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ചിലത് കൺവേർട്ട് ചെയ്ത് NH ആക്കിയത് ഉൾപ്പെടെ കുറച്ച് മാറ്റിയാൽ പോലും ഒരു 750 അല്ലെങ്കിൽ 450-550 കിലോമീറ്റർ അഡീഷണൽ കേരളത്തിലും ഈ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ആരുടെ നേട്ടമാണെന്ന് ചോദിക്കുമ്പോൾ അത് കേന്ദ്ര ഏജൻസിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമാണ്. പക്ഷേ ഒരു സംസ്ഥാനം, നമ്മൾ ക്വാസി ഫെഡറൽ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നാഷണൽ ഹൈവേ ഉണ്ടാവില്ല. അപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ശരത്ത് ഓർക്കുന്നുണ്ടാവും, ഈ കേരളം മാത്രമാണ് ഇത്രയും ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനെ നാഷണൽ ഹൈവേ ബിൽഡ് ചെയ്യാൻ വേണ്ടി മോണിറ്ററി ബെനിഫിറ്റിൽ, അതായത് പണം കൊടുത്ത് സഹായിച്ച, ലാൻഡ് അക്വിസിഷനിൽ പണം കൊടുത്ത് സഹായിച്ച എന്ന് പറയുന്ന ആദ്യത്തെ ക്ലെയിം വരുന്നു. ഈ ക്ലെയിം എല്ലായിടത്തും ഇവർ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കി നിന്നപ്പോൾ കേരളമാണ് ഇറങ്ങി നിന്ന് ടോട്ടൽ ലാൻഡ് അക്വിസിഷൻ 25% കൊടുത്തത് എന്ന് പറയുന്നിടത്ത് സത്യത്തിൽ അത് വാസ്തവ വിരുദ്ധമാണ്. എൻ്റെ കയ്യിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ രേഖയുണ്ട്. രാജ്യസഭയിൽ എളമരം കരീമിന് നിതിൻ ഗഡ്കരി കൊടുത്തിട്ടുള്ള ഒരു മറുപടി, ലാൻഡ് അക്വിസിഷനിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ വിഹിതം എന്ന് ചോദിക്കുന്നത് അതിനകത്ത് അനക്സിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കേരളം 25% കൊടുത്ത പോലെ തന്നെ ബീഹാർ 100% കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അത് 50% അവർ കൊടുക്കുന്നുണ്ട്. കർണാടകയിലേക്ക് വരുമ്പം 50% ലാൻഡ് അക്വിസിഷൻ്റെ ബജറ്റ് അത് ഏറ്റെടുക്കുന്നത് ഈ പറഞ്ഞ കർണാടക, തമിഴ്നാട് സർക്കാരുകളാണ്. അപ്പം കേരളത്തിൽ വില കൂടുതലാണ് ഭൂമിക്ക്. ആ വില കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് എമൗണ്ടിലുള്ള വേരിയേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇത് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഞങ്ങൾ മാത്രമാണത് ചെയ്യുന്നതെന്ന് ഇവിടുത്തെ സാധാരണക്കാരെ നോക്കി കൊഞ്ഞനം കുത്തുക എന്നാണ് പറയേണ്ടത്. അതായത് കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് മുഴുവൻ ഞങ്ങളാണ് എന്ന രീതിയിലായിരുന്നു ആദ്യം. ഇപ്പം അത് പൊളിഞ്ഞപ്പോൾ കേന്ദ്രം മാത്രമാണ് ചെയ്തത്, ഞങ്ങൾ ഇച്ചിരി പൈസ കൊടുത്തു എന്നായി. അതിന് പരിഹരിക്കണമല്ലോ. പരിഹരിച്ചത് മുന്നോട്ട് പോകുന്ന ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടി ഉണ്ടേ എന്ന രീതിയിലാക്കി. അതായത് രാഷ്ട്രീയ പാപ്പരത്വം. അതാണ് പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്കതിനകത്ത് മനസ്സിലാവുന്നത്. ഒരു തരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ എന്താണ് ആരെ വിശ്വസിക്കും എന്നുള്ള രീതിയിൽ. മാത്രമല്ല കേരളം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം റോഡ് വികസനം, അതായത് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് പണിയുക, അവരെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഏൽപ്പിക്കുക. എനിക്കൊന്ന് KNR അടക്കമുള്ളവരുടെ കൃത്യമായിട്ട് വിളിച്ച് അവരെ സസ്പെൻഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ, നടപടികളൊക്കെ കേന്ദ്രം സഡനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിതിൻ ഗഡ്കരി ഇപ്പോൾ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഇത്രയും കാലം അതിനൊന്നും ഒരിതില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഇടപാട്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇതിനകത്ത് അനിവാര്യമാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ജനസാന്ദ്രത കൂടുതലുള്ള ഇടമാണ് കേരളം. അതായത് ഇവിടുത്തെ നമ്മുടെ ഭൂമി ഓരോന്നിനും നമ്മളൊരു പിക്കാസ് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു ഇടം കൂടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്,
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ചർച്ചകൾ അതിനകത്ത് വേണം. ഒരു റോഡ് പണിയും മുൻപ് തന്നെ ഒരുപാട് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സ്ഥലം യഥേഷ്ടമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് എവിടെയൊക്കെ സ്ഥലമുണ്ട് അവിടെയൊക്കെ ജനങ്ങൾ തിങ്ങി പാർത്തുകൊണ്ടിരിക്കുകയാണ്. ജനസാന്ദ്രത വളരെ കുറവാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ ഒരു 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും വണ്ടിയുള്ള ഒരു അവസ്ഥയാണ്. ഒരു 5 പേരാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും ഓരോ വണ്ടി എന്ന രീതിയിലാണ് കണക്ക്. അപ്പോൾ നമ്മൾ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പം നമുക്ക് ലാൻഡ് അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പറയാനാണ് അത് എങ്ങനെ കൈകാര്യം എന്ന് വെച്ചിട്ട് നമുക്ക് വിട്ടുവീഴ്ച അവിടെ ചെയ്യാൻ പാടില്ല. ജീവൻ വെച്ചുള്ള കളിയാണ്. നമ്മൾ വിട്ടുവീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തെ ക്വാളിറ്റി ലോസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഇടപെട്ട് ചെയ്യേണ്ട കാര്യം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ നടന്നത് എന്താണ്? ഇവിടെ കേരള സർക്കാർ അവിടെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്ര 5ാമത് വർഷം മുന്നേ ഇത് ഞങ്ങൾക്ക് തീർക്കണം, അതെ ഇത്രയും പണം കൊടുത്തു അത് മാത്രമല്ല നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വാർഷികത്തിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇനി ഇറക്കാൻ പോവുകയാണ്. വൈകുന്നേരത്തോടെ ഇന്ന് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് സർക്കാർ പറയാൻ പോകുന്നതെന്നും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അതിനകത്ത് ഈ ഒരു പരാമർശം ഉണ്ടാവും. നേരത്തെയൊക്കെ പറഞ്ഞതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കണം. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നമ്മളൊരു കാര്യം അതിനകത്ത് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉളുപ്പില്ലായ്മ എന്ന് തന്നെ പറയാം. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് വിഴിഞ്ഞത്തിന്റെ കാര്യങ്ങൾ ഒരിക്കൽ പോലും അതിനകത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും ഇതുവരെ ഉണ്ടായിരുന്ന ഒരു എഫേർട്ട് കേന്ദ്ര സർക്കാരിന് ഒരു തലത്തിൽ പോലും അവരെ പരാമർശിച്ചിട്ടില്ല. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഫ്ലെക്സിന് ബദലായിട്ട് അവർ എടുത്തു കാണിച്ചത് ഇതുപോലെ കേരള സർക്കാരിന്റെ ഈ ഒരു വിഷയത്തിലെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ചിത്രത്തിലെ പോലും കാണിക്കാതെ ഇവർ അത്രയും ചെയ്തത്. അപ്പോൾ ഒരു പക്വത രസകരമായ ഒരു കാര്യം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇപ്പൊ ഈയിടെയായിട്ട് നടക്കാൻ പോകുന്നുണ്ടായിരുന്നു അപകടത്തിന് ശേഷം. അപ്പൊ ഇന്ന് രാവിലെ ഞാനൊന്ന് റൂട്ട് മാറ്റി സാധാരണ ഇതിൽ മ്യൂസിയത്തിന്റെ അവിടെ വണ്ടി വെച്ചിട്ട് മ്യൂസിയം ചുറ്റുകയാണ്, ഒരു 10 റൗണ്ട് നടക്കുകയാണ് പതിവ്. അപ്പൊ ഇന്ന് ഞാൻ കുറച്ചെന്നാ പിന്നെ കനകകുന്ന് അങ്ങ് കറങ്ങാം എന്ന് വിചാരിച്ച് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്ത് ആദ്യമേ കാണുന്നത് മുഹമ്മദ് റിയാസിന്റെ പടമാണ്. മുഖ്യമന്ത്രി വലിയൊരു വട്ടത്തിലുണ്ട്, തൊട്ടിപ്പുറത്തുള്ള ഫ്ലെക്സിൽ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി മാത്രമുള്ളൊരു ഫ്ലെക്സ്. അതിനകത്തൂടെ നടന്നു പോകുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം മുഹമ്മദ് റിയാസിന്റെ പടങ്ങളാണ്. എൻ്റെ സംശയം ശരത്തിനോടാണ്, കേരളത്തിൽ മറ്റു മന്ത്രിമാരും ഇല്ലേ? അതിന് എനിക്കൊരു ഉത്തരമായിട്ട് പറയാനുള്ളത് കേരളത്തിലെ പൊതുമരാമത്ത് രംഗത്തെ ഇത്രയധികം ഒരു ഇമ്പാക്ട്, കാരണം ഒരു VIP പരിഗണന നേരത്തെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു VIP ആഭ്യന്തരത്തെക്കാൾ വലിയ രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് റിയാസിന്റെ വരവോട് കൂടിയാണ്. ഇനിയുള്ള ആളുകൾ എല്ലാം കൂടെ കൂടുന്നത് പൊതുമരാമത്ത്, കാരണം ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു രംഗം കൂടിയാണ്. അവിടെയാണ് മുഹമ്മദ് റിയാസ് ഈ പാലത്തെ പോലെ തന്നെ ബിൽ ക്വാളിറ്റി ഇല്ല, പക്ഷെ അതെല്ലാം തന്നെ പരസ്യങ്ങളിലൂടെ എല്ലാം മറയ്ക്കുക എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പരസ്യങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഇനിയും റീൽസ് ഇറക്കും, ഇനിയും നമ്മുടെ പാർട്ടി പ്രവർത്തകരെല്ലാം മാധ്യമ പ്രവർത്തകരാകും, അതിനുവേണ്ടി പറയും. നമ്മൾ പറഞ്ഞോട്ടെയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിന് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കിയതിന് വേണം പറയാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് റിയാസ് മുഖ്യന് ശേഷം മുഹമ്മദ് റിയാസ് അതോടെ തീർന്നു എന്ന രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് പക്ഷേ പാർട്ടിയിൽ നിന്ന് പോലും എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു അച്ചടക്കം തുടങ്ങി, എന്തോ ഒരു പഠനങ്ങൾ വരാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഉള്ളിൽ തീർച്ചയായിട്ടും അജിറ്റേഷൻ ഉണ്ട്, അതായത് സീനിയേഴ്സ് ഒരുപാടുണ്ട് അതിനകത്ത്. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ, പ്രവർത്തിച്ചിട്ടുള്ളവർ, നേരിട്ട് പ്രവർത്തിച്ച മന്ത്രിയായി ഇവരെല്ലാവരും ഉണ്ട്. അവരെ എല്ലാം സൈഡാക്കിയിട്ട് ഇത്തരത്തിലൊരു റോള് കൊടുത്ത് പോകും എത്ര കാലം? ആ ഒരു പാർട്ടിയിൽ ഇപ്പോഴും എനിക്കൊരു ബഹുമാനമുള്ള ഒരു കാര്യം അതുകൊണ്ടാണ്. കാരണം അവർ ഇത്രയൊക്കെ ഉണ്ടായിട്ടും പാർട്ടി പ്രവർത്തകരെ അച്ചടക്കത്തോടെ നിർത്താൻ, നിലയ്ക്ക് നിർത്താൻ, വടിയെടുത്ത് വിരട്ടിയാണെങ്കിൽ നിർത്താൻ രീതിയിൽ പിണറായി ഒന്ന് തീരും എന്നുള്ള രീതിയിലേക്കുള്ള അവസ്ഥയാണ്. പിണറായിക്കപ്പുറം മറ്റൊന്നില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായിയുടെ പ്രിയപ്പെട്ടവൻ വാഴ്ത്തപ്പെടുമ്പോൾ മറ്റുള്ളവർ വാമൂടി കെട്ടുന്ന അവസ്ഥ, അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയായി മാറുകയാണ്. കാരണം എന്താണ് പിണറായി വിജയിക്കുന്നത് അത് മാത്രമേ നടപ്പാക്കാൻ, അദ്ദേഹത്തിന്റെ മകളും മരുമകനുമാണ് ഇപ്പോൾ കേരളം മൊത്തം നിറങ്ങി നിൽക്കുന്നത്. മറ്റേ പാർട്ടിക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങളും പോകുന്നു. CPM ഈക്വൽ ടു പിണറായി വിജയൻ എന്നൊരു ഇതിൽ മാത്രമായി CPM ഇല്ലാതെ പിണറായി വിജയൻ ഈക്വൽ ടു മുഹമ്മദ് റിയാസ് എന്നൊരു ഇക്വേഷനിലേക്ക് വരുന്നുണ്ട്. മുഹമ്മദ് റിയാസ് മികച്ച ഒരു മന്ത്രിയോ നിയമസഭാജികനോ ഒക്കെ ആണെങ്കിൽ അദ്ദേഹം ആ നിലയിൽ അദ്ദേഹം നന്നായിരിക്കട്ടെ, നമുക്ക് എതിർപ്പുകളൊക്കെ പറയാം. പക്ഷേ മറ്റുള്ള ആളുകളെ താറടിച്ചു കാണിച്ചോ അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കിയോ അവരുടെ പേരുകൾ പോലും അഡ്രസ്സ് ചെയ്യാതെയോ ആവരുത് ചെയ്യേണ്ടത്. കാര്യം കേരളത്തിലെ മന്ത്രിമാർ, എൻ്റെ അറിവിൽ ഒരുപാട് മന്ത്രിമാരുണ്ട്, പക്ഷെ ഇത് വളരെ വിസിബിളായിട്ട്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് വളരെ വിസിബിളായി ഇവരെ രണ്ടുപേരെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നതിന് എന്തായാലും പാർട്ടി അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതൊരു ഞാൻ പറഞ്ഞ ചേരി തിരിഞ്ഞിപ്പോൾ കോൺഗ്രസിലെ പോലെ അടിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ അജിറ്റേഷൻ, ആ മന്ത്രിസഭയുടെ ഒരു ഒത്തൊരുമ കാര്യങ്ങളും മാത്രമല്ല
ഇപ്പം ബി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ AK ശശീന്ദ്രനെ പോലുള്ള ആളുകളെ മാറ്റി മന്ത്രിസഭ ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാൻ റിവർക്ക് ചെയ്യാൻ പോവാണെന്നുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഇതിനുള്ളിൽ എന്തായാലും അസ്വസ്ഥതകളുണ്ട്. നമ്മളത് സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആ വാർത്ത നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. എന്തായാലും അമ്മായിയച്ഛൻ മരുമകൻ എന്നൊരു കാര്യം, അത് ബന്ധം, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കേരളം അടുത്തിടെ, കാര്യം സാധാരണഗതിയിൽ നമ്മൾ കോൺഗ്രസ്സുകാരെയാണ് അവര് പറയുന്നത്, പക്ഷെ അത് ഏറ്റവും മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും വിസിബിൾ ആയ രീതിയിൽ CPM ചെയ്യുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അധപ്പതനം എന്ന് മാത്രമേ. അതിനൊരു പരിഹാരം കൂടെ വേണമെങ്കിൽ നടത്താമായിരുന്നു. അതായത് നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കുന്നത്, ഇപ്പോൾ മനസ്സിലാക്കുന്നത്, കുറച്ചുകൂടെ പക്വത കാണിക്കേണ്ടത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇട്ടെറിഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ല. അതിനകത്ത് പറയേണ്ടത് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, കാരണം മനുഷ്യരാഷ്ട്രീയ ഉണ്ടായി, ഇതിന് കേന്ദ്രവും ബാധ്യസ്ഥരാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അതിനകത്ത് പ്രവർത്തിക്കാം. ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം അവർക്ക് വേണ്ടത് ആരുടെയും ക്രെഡിറ്റ്, അവർക്ക് പ്രത്യേകിച്ച് നേടാനല്ല, ക്രെഡിറ്റ് ആർക്കെന്നുള്ള രീതിയിൽ അത് പോട്ടെ. ഇപ്പം വേണ്ടത് NH-66 നേരത്തെ മനോജ് പറഞ്ഞ അനിവാര്യമാണ്. ഇനി ഓരോ ആളുകളും ഇപ്പൊ അതിനകത്ത് വണ്ടിയും കൊണ്ട് കയറുമ്പോൾ പേടിക്കാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള സാധ്യത ഇപ്പം സുരക്ഷാ റിപ്പോർട്ടുകൾ, സുരക്ഷാ പരിശോധനകൾ നടത്തുക, കൃത്യമായി ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടൽ നടത്തി കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് രാഷ്ട്രീയ എതിരാളികളാവാം, അവർക്ക് തർക്കങ്ങളുണ്ടാകും, വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷെ അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമില്ല, അവിടെ മാറ്റി നിർത്തുക. ഇവിടെ വേണ്ടത് നമുക്ക് മുന്നിൽ എന്താണ്, ആ റോഡ്, നമ്മുടെ മുന്നിലുള്ള റോഡുകൾ ഇത്രയും സുരക്ഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരിക. കുറച്ചൊരു രാഷ്ട്രീയ പക്വതയോടെ പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമേജ് ഫ്ലെക്സ് വയ്ക്കാതെ തന്നെ ഉയർന്നേനെ എന്നാണ് എൻ്റെ ഒരു പക്ഷം.